ഇന്ന് കുറച്ച് നാളായിട്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല, പക്ഷെ ഇന്നും കൂടെ ആയപ്പോൾ എനിക്കൊരു വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ല. ചില സ്ട്രീമേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ലൈവിൽ വിടുന്നുണ്ട്. അപ്പം ഞാൻ മാത്രം മിണ്ടായിരിക്കും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ സൈഡ് ക്ലിയർ ആക്കണം, അതുകൊണ്ട് എല്ലാവരും പോരെ. ഇന്നത്തെ ലൈവ് മൊത്തം ഇത്രയും നാൾ നടന്ന ഇഷ്യൂ ഒറ്റയടിക്ക് സംസാരിച്ച് തീർക്കാൻ പോവാം. നീ ബാ സംസാരിച്ച് തീർക്കാൻ. നീ ഫോൺ എടുക്കണം, ആദ്യം ഫോൺ എടുത്ത് സംസാരിക്കണേ. സ്ട്രീം ഫിനിഷ്ഡ്. ഓ ഭയങ്കര വാ അടിപൊളി. ബോട്ട് വ്യൂസ് കേട്ട് ചാനൽ കളയുക ജസ്റ്റ് കോസ് ഓഫ് എ ഗെയിം. ആര് ബോട്ട് വ്യൂസ് കയറ്റി? എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഒരാളും ഇവിടുന്ന് ഇങ്ങനത്തെ പരിപാടി ചെയ്യലില്ല. നമുക്ക് 65ഉം 70K വരെ വ്യൂസ് കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ. താഴെ തൊപ്പീൻ്റെ ലൈവിൽ ഇത് കാണുന്നവർക്കറിയാം, 65K വരെ വ്യൂസ് കയറിയിട്ടുള്ള ടീമാണ് നമ്മൾ. അതുകൊണ്ട് ബോട്ട് കയറ്റേണ്ട ആവശ്യം നമുക്ക് ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. അത് ഓനുണ്ടാക്കിയെടുത്ത സാധനമാണ്. ഓനൊരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇന്നേ വരെ ബോട്ട് കയറ്റിയിട്ട് ലൈവ് ഇതാക്കേണ്ട ആവശ്യം ഇന്നേ വരെ നമ്മൾ ഒരാൾക്കും ഇന്നേ വരെ നമ്മൾ ഇതിൽ വന്നിട്ടില്ല. എൻ്റെ ഉമ്മ സത്യമായിട്ട് പറയാം, നമ്മൾ ഇതുവരെ ഒരാളും ഇന്നേ വരെ ആ പരിപാടി നമ്മൾ ചെയ്തിട്ടുമില്ല. നമുക്കത് അറിയില്ല. ഇതിപ്പോൾ ഈ കാര്യം ഇങ്ങനെ കേൾക്കലുണ്ടെന്നേ ഉള്ളൂ, ഈ ബോട്ട് എന്നുള്ള കാര്യം. നമ്മൾ ആർക്കും ഇതറിയില്ല. കാരണം 65-55K നമ്മൾ ഒരിക്കലും ബോട്ട് കയറ്റിയിട്ടില്ല ഇന്നേ വരെ. മമ്മൂൻ്റെ ഇഷ്യൂനെല്ലാം വന്നതെന്ന് പറഞ്ഞാൽ 65-70K വരെ ഇത് വന്നിട്ടുണ്ട്. ബോട്ട് എന്ന് പറയും ഇത് വന്നിട്ടുണ്ട്, വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അതിന് തക്കതായിട്ടുള്ള സാധനം എൻ്റെ ചെക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തൊപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ബോട്ട് കയറ്റിയിട്ട് ഊമ്പേണ്ട ആവശ്യം നമുക്കില്ല. MRCക്ക് ബോട്ട് കയറ്റി ഊമ്പേണ്ട ആവശ്യം വന്നിട്ടില്ല ഇന്നേ വരെ. കേട്ടോ മോളെ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിന്നോടാ പറയുന്നത്, ബോട്ട് കയറ്റി ഊമ്പേണ്ട ആവശ്യം MRCക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. അതിനൊറ്റ പേരേ ഉള്ളൂ, തൊപ്പി. അത് ഓൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 65-70Kയും വ്യൂസ് ഒറ്റ ലൈവിൽ വന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഈ ബോട്ട് വെച്ചിട്ട് ഊമ്പേണ്ട പരിപാടി നമുക്ക് അറിയുകയും ചെയ്യില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കേട്ടോ, അത് മോള് മനസ്സിൽ വെച്ചോ. ബോട്ട് സാധനം നമ്മളെ അടുത്ത് അടിക്കാൻ നിൽക്കണ്ട. അത് മോള് നമ്മളെ ലൈവ് കണ്ടാൽ നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ബോട്ട് കയറ്റേണ്ട ആവശ്യമില്ല. ആ വർത്താനം വന്നിട്ട് നമ്മളെടുത്ത് പറയരുത്. ബോട്ടോ ബോട്ട് ഒരു കാര്യം ആലോചിക്കണം. എന്താ ജസ്റ്റ് എ ഗെയിം ദാറ്റ് ടേൺസ് ഇൻടു എ നൈറ്റ് ജസ്റ്റ് എ ഗെയിം ദാറ്റ് ടേൺസ് ടു നൈറ്റ്മെയർ. നോ ഹേറ്റ്സ് ടു എനിവൺ ബട്ട് ഐ ആം നോട്ട് ചെറ്റ. അതെന്താന്ന് ഇവിടെ അറിയാം മോളെ, അത് ഇവിടെ എന്താന്നുള്ളത് അറിയാം. ഓക്കെ, സാധാ ഒരു ഗെയിമില് ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ. ആ ഇഷ്യൂവിന്റെ ചെറിയ ഇഷ്യൂ ആണോ? സാധാ ഒരു ഗെയിമിൽ ഉണ്ടായ ചെറിയൊരു ഇഷ്യൂ ആണത്രേ. സാധാ ഒരു ഗെയിമിലുണ്ടായ ചെറിയൊരു ഇഷ്യൂ ആണത്രേ. ആ ഇഷ്യൂവിന് ഈ മോള് ചെയ്തത് എന്താ അറിയോ? ഈ മോള് ആ സാധാരണ ഉള്ള ആ ഇഷ്യൂവിന് ചെയ്തത് എന്താ അറിയോ? ഇവള് കരഞ്ഞിട്ട് ഷമീർ സോറി പറയണം, ഇല്ലെങ്കിൽ ഇതാവൂല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചു. അതാണ് ഇവള് അത് വെച്ച് ഇവള് വ്യൂസ് ഉണ്ടാക്കി. ഇതാണ് ഇവള് ചെയ്ത കാര്യം. എന്നിട്ട് എന്നോട് വന്നിട്ട് ഒരു പ്രശ്നവുമില്ല ഷമീറെ, ഒരു കുഴപ്പമില്ല, നീ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ഇവള് വേറെ ചെറ്റ വർത്താനം പറഞ്ഞു. അത് എന്താണെന്ന് ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഷമീർ കോൾ ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഓനൊരുമാതിരി കോൾ ഗേൾ ആയിട്ട് എന്നെ കണ്ടു. ഇങ്ങനെയൊക്കെയാണ് ഇവള് ഇതിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവളങ്ങനെയാണ് ആടെ മറ്റേ ലൈവിൽ, മറ്റേ ഡൈനൻ്റെ ലൈവിൽ ഇവള് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഇവളെ സത്യം എന്താണെന്നും ഇവൾ ആരാന്നുള്ള കാര്യം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞതാ. ഓൾറെഡി ഇവളെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഇവള് പാമ്പാന്നും ഇവളെന്താ ചെയ്തതെന്നും എൻ്റെ മുമ്പിൽ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഷമീറിനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഷമീറിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ, ഷമീറിൻ്റെ ചാറ്റിന് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തെ ലൈവിൽ ഇതുണ്ട്, റെക്കോർഡുണ്ട്. ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓൺ റെക്കോർഡുണ്ട്. അപ്പുറത്തെ ലൈവിൽ വന്നിട്ട് ഇവള് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഷമീർ എന്നെ കോൾ ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു, എന്നെ ഒരു കോൾ ഗേൾ ആയിട്ട് കണ്ടു എന്നാണ് ഇവള് പറഞ്ഞത്. അങ്ങനത്തെ ചെറ്റ വർത്താനാണ് ഇവള് പറഞ്ഞത്. കോൾ ഗേളായിട്ട് കണ്ടു, കോൾ ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു എന്ന് ഇവള് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമില്ല ഷമീറെ, ഞാനൊന്നും ഇതാക്കിയിട്ടില്ല. ഇതാണ് ഇവള് ചെയ്ത കാര്യം. സോ അത് വിട്. അതുകൊണ്ട് ഗെയിമിൻ്റെ കാര്യം മോള് പറയണ്ട. ഗെയിമിൻ്റെ കാര്യമാണെങ്കിൽ മോള് കരഞ്ഞിട്ട് എന്തിന് ഒരു ഗെയിമിൽ ഇതായതിന് മോൾ എന്തിന് കരയുന്നു, എന്തിന് സ്റ്റോറി ഇടുന്നു, എന്തിന് എന്നോട് സോറി പറയാൻ പറയുന്നു, എന്തിന് ഇത്ര ഇഷ്യൂ ആക്കുന്നു? ഞാൻ വെളിയിലും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, അകത്തും ഈ പേഴ്സണോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലെന്നോ? പിന്നെയും പച്ച കളവ് പറയും നോക്കടാ. എടാ, ഒരു ഉളുപ്പില്ലാണ്ട് പിന്നെയും കളവ് പറയും നോക്കടാ, സംസാരിച്ചിട്ടില്ലാന്ന്. എടാ, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ മിനിയാന്തെയും ഇന്നലത്തെ ലൈവിൽ. എപ്പോഴത്തെ ലൈവിൽ മിനിയാന്തെയാന്ന് തോന്നുന്നു. ലൈവിൽ നിങ്ങൾ കണ്ട കാര്യമല്ല ഇവള് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളത്. ഇവളെന്താന്ന് എന്നെക്കുറിച്ച് പറഞ്ഞതെന്നും ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്നോട് എന്ത് പറഞ്ഞതെന്നും അപ്പുറത്ത് എന്ത് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ കണ്ട കാര്യമാണ് അല്ലേ?
ഞാൻ ആകപ്പാടെ ചെയ്ത തെറ്റ് ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി. അതിന്റെ പേര് ഞാൻ ആരുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറയത്തില്ല. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ ഇത് വലിയൊരു പ്രശ്നമായി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോ അല്ലെ ഞാൻ എന്റെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു കാര്യം ആലോചിക്കണം. ഒരു സാധാ ഒരു ഗെയിമില് ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂവിന്റെ അകത്ത് ഞാൻ വെളിയിലും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, അകത്തും ഈ പേഴ്സണോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഞാൻ ആകപ്പാടെ ചെയ്ത തെറ്റ് ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി. അതിന്റെ പേര് ഞാൻ ഏതാ ബ്രോ ലൈവ് എൻഡ് ചെയ്യ് ഫുൾ ബോട്ട് വ്യൂ കേറുന്നതാ. ഇത് ബോട്ട് വ്യൂ ആണോ? അവിടെ ബോട്ട് വ്യൂ ആകാൻ ചാൻസ് ഇല്ല. ഇത് ഈ ഇഷ്യൂവിന്റെ ഇതിൽ വന്ന ആൾക്കാരായിരിക്കും. നമ്മളെ നോർമൽ വ്യൂവേഴ്സ് ഇതല്ല, അതെനിക്കറിയാം. നമ്മളെ നോർമൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 to എൻ്റെ കൺസിസ്റ്റന്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ 5 to 8K അടുത്താണ് എൻ്റെ കൺസിസ്റ്റന്റ് ആയിട്ട് കൂടെ നിൽക്കുന്നത്. അതായത് 2 hour 3 hour ഈ ലൈവിൽ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ 5 to 8K ആൾക്കാരാണ്. ഇത് ഈ ഇഷ്യൂ ഇവളെ സ്റ്റോറി കണ്ടിട്ട് വരുന്നതും ഈ സംഭവം അറിഞ്ഞിട്ട് ആടുന്ന് കൂടുന്നെല്ലാം വരുന്ന ആൾക്കാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല. എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാനിതിൽ വേറെ ബോട്ടോ പരിപാടി നമ്മളാരും ഇത് ചെയ്യലുമില്ല, നമുക്ക് എൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. അല്ല ഇവളെന്താ പറഞ്ഞത്? ഞാൻ വിഷയത്തിൽ തെന്നി മാറുന്നു, നിങ്ങളെ നോക്കുന്നോണ്ടാ. ഓക്കെ, പോൾ എന്ത് പോളിടാൻ? ഇതിലെന്താ പോളിടണ്ടേ? എടാ എന്ത് പോളിടാൻ? എടാ പോളിടുന്ന കാര്യം ഞാൻ പറയട്ടെ. ഇത് ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 5K ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാറ്റ് ടൈപ്പ് ചെയ്യണമെന്നില്ല. ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു 2000 5K ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 2500 3000 ആൾക്കാരും ആയിരിക്കും. ഇത് നോക്കിയ ഇത് ബോട്ട് എന്ന് പറയുന്നത് ആരെയും ബോട്ട് അടിച്ച് പണിയാൻ ബോട്ട് അടിച്ച് നോക്ക്. അങ്ങനെ നോക്കാൻ പറ്റിയത് പോളിട്ടാ മനസ്സിലാവില്ല അല്ലേ? ഡിസ്കോഡിൽ അഭിയിരിക്കുന്നുണ്ട്. അല്ല പോളിട്ടാ മനസ്സിലാവില്ലല്ലോ, കാരണം ചാറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇതും വ്യത്യാസമില്ല. ഇപ്പൊ 13.5 14 അടുപ്പിച്ച്. ഇന്നലെ നിനക്ക് എത്ര വന്നേ? ഇന്നലെ 10 മിനിയാന്നുണ്ടായിരുന്നു 10 അടുപ്പിച്ച് 9.7. ബോട്ടാണെങ്കിൽ 10 20,000 30,000 40,000 കയറും. ബോട്ടല്ല, നമുക്കൊന്ന് പോൾട്ട് നോക്കാലോ, ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ 13,000 വാച്ചിങ്ങല്ലേ? മുകളിൽ ഇത് കൊടുക്കണം, മുകളിൽ കൊടുക്കണ്ട. എവരിബഡി എടാ എല്ലാരും ഇത് കാണുന്ന എല്ലാരും, അതായത് ഇതുവരെ പോൾ ഇടാത്ത ആൾക്കാരും ഉണ്ടാവും. 6,000 വോട്ട് വന്നാൽ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ, നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാരും വോട്ട് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, ഇത് കാണുന്ന ടിവിയിൽ വെച്ച് അല്ലെങ്കിൽ എവരിബഡി ലൈവ് കാണുന്ന എല്ലാരും ഇങ്ങോട്ട് നോക്കുക. ടി വി കാണുന്നവരല്ലോ, അല്ല ടി വി കാണുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. എടാ എല്ലാരും ഒന്ന് വോട്ട് ചെയ്യണം. ഇത് ബോട്ട് അടിച്ച് കയറ്റോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ട. ഒന്ന് എല്ലാരും ഒന്ന് വോട്ട് ചെയ്യണേ. ഞാൻ ഒന്ന് പോൾ ഇട്ടിട്ടുണ്ട്, എല്ലാരും ഒന്ന് വോട്ട് ചെയ്ത. എല്ലാരും വോട്ട് ചെയ്താ പെട്ടെന്ന് എവരിബഡി. ലീഡറോ? ഞാൻ ലീഡറാ. ഏത് ലീഡർ പോളാന്നറിയാം എന്റെ ലൈവില് വന്നിട്ട്. ഈ ചങ്ങായി ലൈവ് തുടങ്ങാൻ വേണ്ടിട്ട് വ്യൂസ് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെയല്ല ഓരോ ഇതിൽ വന്നിട്ടുണ്ട്. ആൾക്കാരെ കൂടാൻ വേണ്ടി ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഓരോ കോമാളി വേഷം കെട്ടി വന്നിട്ടുണ്ട്. അല്ലല്ല സപ്പോർട്ട് 10K ലിങ്ക് ഞാൻ കൊടുത്തു. 10K ഉള്ള നാളെ മമ്മൂന്റെ ലൈവാണ്. അപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബാങ്കർ ലൈവ് ആയിട്ട് നാളെ മമ്മു വരുന്നതായിരിക്കും. ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും സബ് ചെയ്യട്ടോ. എല്ലാവരും സബ് ചെയ്യും. നാളെ ചെക്കൻ ലൈവ് ആയിരിക്കും. എത്ര മണിക്കാ ലൈവ് വരാം? ഒരു 10 മണിക്ക് മമ്മൂന്റെ ലൈവ് ഉണ്ടാവും. മമ്മൂ 10K ആയി ഇവിടെ. ആയിട്ടുണ്ടാവും, നേരത്തെ തന്നെ ഉണ്ടായിരുന്നാ. ഓക്കെ, അപ്പൊ നാളെ മമ്മൂന്റെ ലൈവ് പൊളിക്കും. മര്യാദക്ക് ഒരു ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ ഇവൻ ആറാം പറപ്പ് കാണിച്ചിട്ട് ചാനൽ കളപ്പിച്ചല്ലേ. വോട്ട് എങ്ങനെ കാണാൻ പറ്റും? വോട്ട് 96%. മോനെ ഞാൻ പറഞ്ഞല്ലോ വോട്ടില് ഞാൻ പറഞ്ഞല്ലോ വോട്ട് നോക്കിയ വോട്ട് 13,000 അടുത്ത് വോട്ട്സ്. ഞാൻ പറഞ്ഞല്ലോ മോനെ, വോട്ട് കയറ്റിയിട്ടുള്ള വ്യൂസ് നമുക്ക് ആവശ്യമില്ല.
ബോട്ട് കയറ്റിട്ടില്ല. ചിലപ്പോ എനിമീസ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ ചാനൽ കളിപ്പിക്കാൻ പറ്റും. ആണോ? സായിപ്പിന് ഈ അടുത്ത് പെട്ടെന്ന് നോക്കുമ്പോ 45-50 അതെ 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 അതെ. ഇത് ശത്രുക്കള് ജയിപ്പിക്കുന്ന പരിപാടി ഉണ്ട് ഇത്. ആണോ? ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, ഫുൾ ഫയർ ഫുൾ ഫയർ ഫുൾ ഫയർ. എടാ 15,000 ആൾക്കാർ നാളെ ലൈവ് ഉണ്ടാവും. 15,000 ആൾക്കാർ ഇവിടെ ഉള്ളോണ്ട് ഇവൻ വന്നിട്ട് പറയുന്നുണ്ട് നാളെ ലൈവ് ഉണ്ടാകണം. ഇത് എല്ലാം പോയാ എന്താണിത്? എടാ ചെക്കനെ എല്ലാവരും നാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, എടാ മോളെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് ഈ ബോട്ട് കയറ്റിയിട്ട് മൂഞ്ചേണ്ട അവസ്ഥ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഇപ്പോൾ പോയത്. നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. നമുക്കത് വരികയും ചെയ്യില്ല മോളെ, നമുക്കത് വരില്ല. നമുക്ക് കഴിവുണ്ടോ നമുക്ക് വ്യൂസ് വരും. അതിൽ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. അത് നമ്മളെ തലയും നമ്മളെ ബുദ്ധിയും നമ്മളെ എന്താ പറയുക ചേഷ്ടകളും നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം. നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അല്ലാണ്ട് നമ്മൾ വെറുതെ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിയാക്റ്റും ചെയ്ത് മൂഞ്ചിക്കഴിഞ്ഞാൽ നടക്കൂല. അത് നടക്കൂല. നമുക്ക് ഈ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ എണ്ണം ചാറ്റിൽ വന്നിരുന്നു. എല്ലാതിൻ്റെയും വായി അടഞ്ഞു. എല്ലാതിൻ്റെയും വായി അടഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഇതാ, എല്ലാതിൻ്റെയും വായി അടഞ്ഞു. ഈ ബോട്ട് എന്ന് പറഞ്ഞിട്ട് കുണച്ച എല്ലാതിൻ്റെയും വായി അടഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബോട്ടിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇന്നേ വരെ നമുക്ക് ബോട്ടിൻ്റെ ആവശ്യം വന്നില്ല. ഇതിപ്പോൾ ഓളെ ഇഷ്യൂ നടന്നുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 10K 5 to 8K 9K അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ കൺസിസ്റ്റൻ്റ്. എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 to 8K 5 to 8K ആണ് എൻ്റെ കൺസിസ്റ്റൻ്റ്. എൻ്റെ വ്യൂവേഴ്സ് എല്ലാ കഴിഞ്ഞ ഈ 4-5 ലൈവിലായിട്ട് എനിക്ക് വരുന്ന വ്യൂവേഴ്സ് എൻ്റെ അതാ. ബാക്കി ഇപ്പം വന്നത് ഞാനും ഒന്ന് പെട്ടെന്നൊന്ന് ഇത് പേടിച്ചു പോയി. ഇപ്പോൾ പോൾ ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി 96% ആൾക്കാർ ഇതാ 14,000 ആൾക്കാർ വോട്ട് ചെയ്തു. 14,000 ആൾക്കാർ വോട്ട് ചെയ്തു. മനസ്സിലായോ? അതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയൊരു മനുഷ്യനാ. മൂപ്പർ ഉണ്ടാക്കി ഒരു സാധനം ആക്കിയെടുത്തിട്ടുണ്ട്. മൂപ്പർ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തൊപ്പി എന്ന് പറഞ്ഞ ഒരാൾ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കായിരിക്കും ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി കെഞ്ചേണ്ട അവസ്ഥ നമുക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് മോളെ, ആ പരിപാടി നമുക്ക് ആവശ്യമില്ല. ഇത് MRG ആണ്. ഇത് MRG ഗ്യാങ് ആണ്. ഇവിടെ ആയിരിക്കും ബോട്ട് കയറ്റി മൂഞ്ചേണ്ട അവസ്ഥ ഇന്നേ വരെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അവസ്ഥ നമുക്കില്ല മോളെ. അത് മനസ്സിലാക്കുക ആദ്യം. ബോട്ട് കയറ്റി മൂഞ്ചേണ്ട അവസ്ഥ വരൂല. ചോട്ട് വരെ പോയി. ബോട്ട് കയറ്റി മൂഞ്ചേണ്ട അവസ്ഥ ഇല്ല. സോ ആ കാര്യങ്ങൾ വിട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ ഇഷ്യൂ കണ്ടിട്ട് വരുന്ന ടീംസ് ആയിരിക്കും. എൻ്റെ കൺസിസ്റ്റൻറ്റ് വ്യൂവേഴ്സ് ഇതല്ല. ഞാൻ പറഞ്ഞല്ലോ 5 to 8K ആണ് എൻ്റെ കൺസിസ്റ്റൻറ്റ് വ്യൂവേഴ്സ്. ഇത് ഈ ഇഷ്യൂ കാണാൻ വേണ്ടി വരുന്ന ആളായിരിക്കും. അപ്പം ഞാൻ പറയാം, അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇവിടെ വിഷയത്തിലേക്ക് പോവാം. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു കാര്യം ആലോചിക്കണം. ഒരു സാധാ ഒരു ഗെയിമില് ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ. ആ ഇഷ്യൂവിന്റെ അകത്ത് ഞാൻ വെളിയിലും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അകത്തും ഈ പേഴ്സണോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഞാൻ ആകെപ്പാടെ ചെയ്ത തെറ്റ്, ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി. അതിന്റെ പേര് ഞാൻ ആരുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ലെന്നോ? നീ എന്താ പറയുന്ന മോളെ? എന്താ പറയുന്ന റോക്സി മോളെ? നീ എന്താ പറയുന്നത്? നീ എന്താ അവിടെ ലൈവിൽ പോയിട്ട് പറഞ്ഞത്? നീ എന്താ അവിടെ പോയിട്ട് പറഞ്ഞത്? നീ പറഞ്ഞു ഷമീർ കോൾ ഗേൾ എന്ന് വിളിച്ചു, ഷമീർ എന്നെ അപമര്യാദയായി പെരുമാറി, അവൻ അങ്ങനത്തെ ഇതായിരുന്നു, RPയിൽ ആരും ഇന്നേ വരെ എന്നോട് പെരുമാറാത്ത രീതിയിലാണ് ഇവൻ പെരുമാറിയത്. എന്നിട്ട് നീ കരഞ്ഞു. നീ ഫേക്ക് ഒരു ഡ്രാമ ഇട്ടു. അല്ലേ? ആണ്, നീ ഫേക്ക് ഒരു ഡ്രാമ ഇട്ടു മോളെ. കരഞ്ഞിട്ട് നീ ഒരു ഡ്രാമ ഇട്ടു അല്ലേ? ആണോ അല്ലോ? ഇട്ടു. അത് പൊളിയും ചെയ്തു, ഇവിടെ എക്സ്പോസ്ഡ് ആയും ചെയ്തു. എൻ്റെ ലൈവിലുള്ള ആൾക്കാർക്കും ഇതിലെ വ്യൂവേഴ്സിനും മനസ്സിലായും ചെയ്തു നീ എന്താ ചെയ്തതെന്നും എന്താ നടന്നതെന്നും ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. സോ അത് വിട്, നമുക്ക് ബാക്കി നോക്കാം. ഇത്രയും മാത്രം മതിയല്ലോ. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇത് മതിയല്ലോ മോളെ. പ്രശ്നമായി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ല ഞാൻ എൻ്റെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്റെ ചാനല് ബോട്ട് വ്യൂസ് അടിച്ച് 22,000 വ്യൂസ് എങ്ങനെയായിരുന്നു ഹയസ്റ്റ് പീക്ക്. 22,000 ബോട്ട് കൗണ്ട് അടിച്ച് എന്റെ. അതെന്താ അറിയാം? 22,000 ബോട്ട് വ്യൂസ് അല്ല. അതായത് ഇവളെ ലൈവ് എന്ന് പറഞ്ഞാല് 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ ആണ്. അപ്പൊ ഈ ഓരോരാൾ കയറിയിട്ട് ഇറങ്ങും. ഇത് എനിക്കും സംഭവിക്കുന്നത്. അതായത് ഇന്നലെ എൻ്റെ
ഈ ലൈവ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരാ? നമുക്ക് മാക്സിമം ഇപ്പോൾ കയറിയ എത്ര ആൾക്കാരാ? 15,000 ആൾക്കാരാണോ? 15K നമുക്ക് കയറിയത് അല്ലേ? 15K നമുക്ക് കയറിയത്. ഈ 15K ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 90K ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതെന്താ വെച്ചാൽ ഓരോരോ ആൾക്കാർ വരും. അതായത് ഈ 90,000 ആൾക്കാർ ഇത് വരുന്നു, ഇത് കാണുന്നു. ഇതെന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഇത് ബോട്ടാന്ന് തോന്നാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതുവരെ അത്രയും വ്യൂസ് കയറിയില്ല. നിങ്ങൾക്ക് മാക്സിമം കയറിയത് 10K ആണ്. പൊന്നുമോളെ, നിങ്ങൾക്ക് മാക്സിമം കയറിയ വ്യൂസ് എന്ന് പറഞ്ഞാൽ 10K ആണ്. അപ്പോൾ ആ 10K ആണ് നിങ്ങൾക്ക് ഇതുവരെ കയറിയ വ്യൂസ്. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, ലൈവ് കഴിയുമ്പോൾക്ക് 60Kയും 50Kയിലും കാണുമ്പോൾ നീ ഷോക്കാവും. അത് സ്വാഭാവികം. കാരണം എന്താ, നിനക്ക് ഇന്നേ വരെ നിന്റെ ലൈഫിൽ ഇല്ലാത്ത വ്യൂസാണ് അത്. എന്തോ എന്നെക്കുറിച്ച് എന്തോ റിയാക്ട് ചെയ്ത നിന്റെ മിനിയാത്ത ലൈവിലുണ്ട് 30K വ്യൂസ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ലൈവ് കഴിയുമ്പം വരുന്ന വ്യൂസാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന 14,000 ആൾക്കാർ ഞാൻ ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 60K 70K വ്യൂസ് ഉണ്ടാവും. അതാ സംഭവം. ഓക്കെ, ഇതെല്ലാ യൂട്യൂബേഴ്സിനും ഇങ്ങനെ. നിങ്ങൾ എല്ലാവരുടെ ലൈവ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ ആൾക്കാർ വരും, ഇവർ ഇത് കാണും, 1 സെക്കൻഡ് കാണും, ഇപ്പോൾ പോവും. ഇപ്പം തന്നെ 15K, ഇപ്പം എത്ര 13.5K ആയി. ഇവർ കണ്ടു, ഇവർ പോയി. എറ്റ് എ ടൈം 22K ആവും. എറ്റ് എ ടൈം 22K ആവുന്നു. ലൈവ് എൻ്റെ ചെയ്തപ്പോൾ ആയിരിക്കുമല്ലേ 22K വന്നിട്ടുണ്ടാകുക. അല്ലാണ്ട് ഇവിടെ ഓൺ ലൈവിൽ 22K വന്നോ? ഓൺ ലൈവിൽ വന്നോ? പോടാ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പോട്ടാ. ഞാൻ വിചാരിച്ചു ലൈവ് എൻ്റെ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഒറ്റ ടൈം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, അത് ഇതായിരിക്കും, ബോട്ടായിരിക്കും. എറ്റ് എ ടൈം വന്നതാണെങ്കിൽ എനിക്കറിയില്ല. ഇപ്പം എറ്റ് എ ടൈം 22K വന്നതാണെങ്കിൽ അത് ബോട്ടായിരിക്കും. അത് ഞാൻ ചെയ്തതല്ല, നമ്മളാരും ചെയ്തതല്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മോളെ. അത് മനസ്സിലാക്കി. നമ്മൾ ഓർഗാനിക്കായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഓർഗാനിക്കായിട്ട് വ്യൂസ് കൂട്ടി അങ്ങനെ പോകുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ പരിപാടിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ദാരിദ്ര്യം വരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന പോലത്തെ ഈ ദാരിദ്ര്യം ഉണ്ടല്ലോ, ഈ ദാരിദ്ര്യം നമുക്കില്ല. അത് മനസ്സിലാക്കാതെ. ഓക്കെ, ഇതാണ് പറഞ്ഞത്. മിണ്ടാതിരുന്നാലും പ്രശ്നമാണ്, മിണ്ടിയാലും പ്രശ്നമാണ്. മിണ്ടിക്കൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. എന്തൊരു കഷ്ടമാണ്. നമുക്ക് ഒരാളുടെ പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ ഇഷ്യൂ ഇല്ല, എനിക്ക് പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പം സത്യങ്ങൾ വിളിച്ച് പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിട്ടാണോ ഇന്ന് എൻ്റെ നമ്പർ ഇവള് ലീക്കാക്കിയത്? ഞാൻ ഇത് വിട്ട കേസാ. നമ്മൾ മിനിയാന്നത്തെ ലൈവിൽ ഈ പ്രശ്നം നമ്മൾ തീർത്തു. നമ്മൾ ഇത് വിട്ടു. നമ്മൾ ഈ സംഭവമേ വിട്ടു. ഓക്കെ, നമ്മൾ ഈ സംഭവം വിട്ട് തീർത്ത കേസാണിത്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ പരിപാടിയെ വിട്ടു. നമ്മൾ ഈ സംഭവം ഇവളെ കാര്യമേ നമ്മൾ മറന്നു. നമ്മളെ ഫണ്ടും നമ്മളെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ പോവാ. നമ്മളെ മങ്കിയും പെണ്ണ് കൊടുത്തും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളെ ലൈവ് മുമ്പോട്ട് കൊണ്ടുപോയിക്കാം. അപ്പാണ് ഇവള് എൻ്റെ നമ്പർ എടുത്ത് ലീക്കാക്കിയത്. എൻ്റെ നമ്പർ ഇന്ന് ഇവള് ലൈവിൽ വന്ന് എൻ്റെ നമ്പർ ലീക്കാക്കിയിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ഫോണിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ഫോണിൽ എത്ര കോള് വരുന്നു നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ ഇതിൻ്റെ അവസ്ഥ. ഇതാണ്, നോക്കിക്കോ, കണ്ടോ? ഇതെന്താ കാരണം? ഇവരുടെ നമ്പർ ലീക്കാക്കിയിട്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇവള് ഒരു തെറ്റ് ചെയ്തു, അതിനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവള് ലൈവ് എൻ്റെ ചെയ്ത് പോയി. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഇതാണ് ഒരു ഗെയിമിന്റെ കാര്യം സംസാരിക്കാൻ പോലും ഇല്ലാത്ത കാര്യം ഇത്രയും വലിയ ഇഷ്യൂ ആക്കി ഇവിടം വരെ എത്തിച്ച് എന്റെ ഗെയിം സംസാരിക്കാൻ ഇതില്ലെങ്കിൽ പിന്നെ ഇവളെന്തിനു സംസാരിച്ചു? ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവളെന്താ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഡാഡി വർത്താനം പറയുന്നേ? ഗെയിമിംഗ് ചാനൽ, എന്റെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള 100% ഉത്തരവാദിത്തം ആർക്കാണെന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ ചാനൽ പൂട്ടിക്കുന്നൊന്നും അത്രയും വലിയ കാര്യമൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പിന്നെ ചാനൽ പൂട്ടിക്കാൻ ഞാൻ ആരോടും ചാനൽ പൂട്ടിക്കാൻ പറഞ്ഞിട്ടില്ലേ? എൻ്റെ നമ്പർ നീ ലീക്കാക്കിയത് കണ്ടിട്ട് ഞാൻ എൻ്റെ അവസ്ഥ ട്രാൻസ്പാരൻ്റ് ആയിട്ട് എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. ആ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തല്ല, പ്രൈവറ്റ് ആക്കി വെച്ചു. അപ്പോൾ ആ ലൈവ് കണ്ട ഒരു 40 മിനിറ്റ് എന്തോ ഞാൻ ലൈവ് ചെയ്തു. ആ ലൈവിൽ മൊത്തം 1 സെക്കൻഡ് കൂടാണ്ട് എൻ്റെ ഫോൺ അടക്കം 256 GB റാം ഉള്ള ഇതിൽ സ്റ്റോറേജ് ഉള്ള എൻ്റെ iPhone 14 ലാഗ് ആകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്രമാത്രം കോൾ എനിക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിന് കാരണക്കാരിയായ ഇവള് അതും ഞാൻ വിട്ട് കളഞ്ഞേക്കെന്നുള്ള ഇതിലാന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ സ്വയം ഇവിടുന്ന് ഞാൻ എന്തെല്ലോ കാണിച്ചു കൂട്ടി, ഞാൻ മറ്റേ ഇതടിച്ച് പൊളിച്ചു, മറ്റേ ചില്ലടിച്ച് പൊളിച്ചു. ഇതൊക്കെ ഞാൻ എൻ്റെ സ്വയം പിരാന്തിന് ഞാൻ ചെയ്തതാണ്. അത് അവിടെ തീർന്നു. ഓക്കെ, ഞാൻ ഇവളടുത്ത് പോയിട്ട് ആരും ഇവളെ പൂട്ടിക്കുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് സ്വയം ചാറ്റിന് എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് തോന്നി, അവർ ചെയ്തായിരിക്കും. ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇത്രയും പ്രശ്നം തോന്നാൻ വേണ്ടിയിട്ടുള്ള ഒന്നും എനിക്കും ആ വ്യക്തിക്കും ഇടയിലില്ല.
എനിക്ക് ഇപ്പോഴും ആ വ്യക്തിയുമായിട്ട് പേഴ്സണലി ഒരു ഇഷ്യൂസും ഇല്ല. ആർപ്പാണുള്ളൊരു മോശം എന്നെ ചെറ്റാന്ന് വിളിച്ചു. ബ്രോ ഞാൻ നിങ്ങൾ എന്നെ ചെറ്റാന്ന് വിളിക്കാൻ വേണ്ടി ബ്രോ ഞാൻ നിങ്ങളെ പേഴ്സണലി ഹരാസ് ചെയ്തിട്ടില്ല, ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഞാൻ പേഴ്സണലി ഹറാസ് ചെയ്തിട്ടില്ലെന്നോ? എന്നെ വിളിച്ച് സോറി പറയാൻ പറഞ്ഞതും ഇവള് കരുണതിൻ്റെയും എല്ലാ റെക്കോർഡിങ്സും എൻ്റെ കയ്യിലുണ്ട്. ഇവള് കരുണതിൻ്റെ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. വിളിച്ചിട്ട് ലൈവ് കഴിഞ്ഞപ്പോൾ ഇവള് വിളിച്ച് കരുണതിൻ്റെ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അറിയണോ? മിനിയാത്ത ലൈവ് ഞാൻ എൻ്റെ ആക്കി പോയപ്പോൾ ഇവള് വിളിച്ച് കരുണതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ സോറി പറഞ്ഞത്. ഞാൻ അത് കണ്ട് ഇവളോട് സോറി പറഞ്ഞു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവളൊരു പാമ്പാന്നുള്ളതും ഇവളെ പരിപാടി ഫെയിം ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഇവള് വന്നതെന്നുള്ളത്. മോശം പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇതുമായിട്ട്. അപ്പം ഇത് ഞാൻ മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ എന്നെ പറ്റി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ യൂട്യൂബ് ചാനൽ കൂട്ടിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ എന്ത് ആവശ്യമാണ്? ആഫ്റ്റർ ഓൾ വെറും ഒരു ഗെയിം നടന്നൊരു കാര്യമാണ് ഇത് റിയൽ ലൈഫിൽ ഇട്ട് അടുപ്പിക്കുന്നത്. ദിസ് ഇസ് ടു മച്ച് മാൻ, ദിസ് ലൈക്ക് ടു മച്ച്. ഓക്കെ, സ്റ്റോറി അറിഞ്ഞല്ലോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ.